Konnichiwa minasan, welcome back to another video. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് വൺ പീസിന്റെ ചാപ്റ്ററായ 1776ന്റെ മലയാളം മാംഗ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, നിങ്ങൾ നമ്മുടെ പേജ് ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇപ്പൊ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കണ്ട. കാര്യം എങ്കിൽ മാത്രമേ ഇതേപോലത്തെ ഇൻട്രസ്റ്റിംഗ് ആയ വീഡിയോസ് നിങ്ങൾക്ക് മിസ്സാകാതെ കിട്ടത്തുള്ളൂ. എന്നാലും അധികമൊന്നും പറഞ്ഞ് ഞാൻ ആരെയും ബോറടിപ്പിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് റെക്കമെൻഡ് ചെയ്യാനും മറക്കണ്ട. സോ നമുക്ക് നേരെന്തായാലും ചാപ്റ്ററിലേക്ക് കടക്കാം. അങ്ങനെ ഈ ചാപ്റ്ററിൻ്റെ പേര് വിത്ത് പ്രൈഡ് എന്നാണ്. ആൻഡ് ഇതിനകത്ത് കവർ പേജ് ഒന്നുമില്ല, പകരം നമുക്കൊരു കളർ സ്പ്രെഡ് കാണാൻ സാധിക്കും. അതിനകത്ത് നമ്മുടെ എല്ലാ സ്ട്രോ ഹാറ്റ്സിനെ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. അങ്ങനെ ഈ ചാപ്റ്റർ ഒഫീഷ്യലി കിടക്കുന്നത് ലോക്കിയുടെ ആ ഒരു വലിയൊരു റോറാണ് കാണാൻ സാധിക്കുന്നത്. ഇത് കാണുന്ന നമ്മുടെ ഫ്രാങ്കി ചോദിക്കുകയും ചെയ്യും, കോപ്പ് അവിടെ ഒരു വലിയ പാട്ട് തന്നെയാണല്ലോ നടക്കുന്നത്. അല്ലല്ലേ, നീ ഇത് എന്ത് ചെയ്യുവാണ്? ആ ബോക്സിനകത്തല്ലേ വെഗാപ്പം ഉണ്ടായിരുന്നത്? അത് ഞാൻ എന്തായാലും സ്കൂളിൽ അവിടെ ഇറക്കി വെച്ചിരുന്നത്. ആൻഡ് ഇതാണ് ഒമ്നി ഡ്രോപ്പ് കൺവേർട്ടേഴ്സ്, ODC എന്നാണ് ഞാൻ ഷോർട്ടാക്കി വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ എൽബഫ് കംപ്ലീറ്റ്ലി എനിക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇതൊന്നും ഫ്രാങ്കിക്കും അതേപോലെ തന്നെ നമ്മുടെ ബോണിക്കും മനസ്സിലാകുന്നില്ലായിരുന്നു. എടാ, നിനക്കൊന്നും മനസ്സിലായില്ലേ? ഈ സ്ഥലത്ത് മുഴുവൻ എനർജിയാണ്, നമ്മുടെ ചുറ്റിനും കംപ്ലീറ്റ്ലി എനർജിയാണ്. അല്ല, നീ കോളല്ലാതെ സ്ട്രോങ്ങർ ആയുള്ള പവർ ഇതുവരെ നീ യൂസ് ചെയ്തിട്ടില്ലേ? പക്ഷെ ഇതൊന്നും നമ്മുടെ ഫ്രാങ്കിക്ക് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ലായിരുന്നു. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്ട്രോ ഹാറ്റ്സ് ഉള്ള ആ ഒരു സ്ഥലമാണ്. ഉസോപ്പാട്ടെ കിടന്ന് കാറുന്നുണ്ട്. കോപ്പ്, തീയൊക്കെ പടരുവാണല്ലോ. അത് മാത്രമല്ല, ഇത് ശരിക്കും ഒരു നൈറ്റ് മെയർ തന്നെയാണ്. നീ ആ ഡ്രാഗനെ കണ്ടോ? ആ ഡ്രാഗനെ കണ്ടിട്ട് കായുടെ വരെ കുള്ളനായിട്ട് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒന്നുകൂടെ അല്ലേക്ക് നേരത്ത് ലൂഫിയല്ല ഡ്രാഗനെ റൈഡ് ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം ആ ഡ്രാഗൻ നമ്മുടെ കൂടെയാണോ? ആ സമയത്ത് നമ്മെ പറയും ചെയ്യും, അല്ലെങ്കിൽ ആ പൊട്ടൻ ഇങ്ങനെ എന്തെങ്കിലും കുരുത്തൊക്കെ ഒപ്പിക്കും. സ്യൂസ്, നീ റെഡിയല്ലേ? അതേന്ന് പറയാൻ നേരത്ത് അവരെല്ലാവരും മുന്നിലേക്ക് ഓടുവാണ്. ഈ സമയത്ത് തന്നെ ജിംബെ പറയും ചെയ്യും, ഇതെന്തായാലും കുറച്ച് ട്രിക്കി ആയിരിക്കും, പക്ഷേ ഇനി പേടിക്കണ്ട, പിള്ളേരെല്ലാവരും സേഫ് അല്ലേ? ഈ ടൈമിൽ തന്നെ സോൾ ആട്ടെ അവിടെ വീണ് കിടപ്പുണ്ടായിരുന്നു. ആ സമയത്ത് സോൾ പറയും ചെയ്യും, എന്നോട് ക്ഷമിക്ക്, ഞാൻ എത്രയും പെട്ടെന്ന് എഴുന്നേക്കാം. പെട്ടെന്നാണ് സാൻജീബ് അവിടേക്ക് വന്നത്. സ്യൂസ്, നീ റെഡിയല്ലെന്ന് പെട്ടെന്ന് നാമി ചോദിക്കുകയും ചെയ്യും. അപ്പോൾ സ്യൂസ് പറയും ചെയ്യും, ഞാൻ കംപ്ലീറ്റ്ലി റെഡിയാണ്. എങ്കിൽ എങ്ങനെയെങ്കിലും ഈ സ്കൂളിൻ്റെ ലൈബ്രറിയുടെ ഈ ഒരു തീപിടുത്തം നമുക്ക് കെടുത്തണമെന്ന് പറഞ്ഞിട്ട് നേരെ അവർ റെഡിയായി ചാടി ഒരു അറ്റാക്ക് ചെയ്തിട്ട് പോകും. ഈ സമയത്ത് തന്നെ നമ്മുടെ സ്യൂസ് പറയും ചെയ്യും, നാമി, നീ പറഞ്ഞ പോലെ ഞാൻ പ്ലെന്റി ഓഫ് വാട്ടർ ഇപ്പോൾ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എങ്കിൽ ഒന്നും നോക്കണ്ട, എല്ലാം ഒഴിച്ചേക്കെന്ന് പറയാൻ നേരത്ത് സാൻജീബ് പറയും ചെയ്യും, അല്ലെങ്കിൽ നമ്മുടെ നാമിസാൻ പെർഫെക്റ്റ് തന്നെയാണെന്ന് പറയുമ്പോഴാണ് നാമി ആ ഒരു അറ്റാക്ക് കണ്ട് ചെയ്യുന്നത്. പിന്നെ ഒരു വലിയൊരു മഴയാണ് അവിടെ ഉണ്ടാകുന്നത്. ഈ സമയത്ത് തന്നെ ഇതെല്ലാം കാണുന്ന റോബിൻ പറയും ചെയ്യും, കോപ്പ് അന്ന് വർക്ക് ചെയ്താൽ മതിയായിരുന്നു. നമ്മുടെ സ്യൂസാട്ടെ അവനെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവിടെ മഴ പെയ്ക്കുന്നുണ്ട്. പെട്ടെന്നാണ് ദൂരത്ത് നിന്ന് നമ്മുടെ ക്യുലിംഗം അവിടേക്ക് വരുന്നത്. എന്നിട്ട് പറയും ചെയ്യും, നീയൊക്കെ എന്ത് ചെയ്യുവാണ്? ഇതെന്തായാലും ഞാൻ അനുവദിച്ച് തരുന്നതല്ല. പെട്ടെന്നാണ് ഞാൻ പറയുന്നത്, സ്യൂസ് ബാക്കിലേക്ക് നോക്ക്, ഒരു മോൺസ്റ്റർ വിടുന്ന് പറഞ്ഞപ്പോൾ സ്യൂസ് തിരിഞ്ഞു നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ക്യുലിംഗം പറയും ചെയ്യും, നിന്റെ കഥ ഇവിടെ അവസാനിച്ചിരിക്കുന്നു. പിന്നെ കാണിക്കുന്നത് ക്യുലിംഗം വന്ന ആ ഒരു മോൺസ്റ്റർ സ്യൂസിനെ കംപ്ലീറ്റ്ലി വിഴുങ്ങുന്നതാണ്. അല്ല, ഈ ഒരു സ്നേക്ക് അല്ല, അതൊരു സ്നേക്ക് അല്ല, അതൊരു ലിൻഡ് ഫേമാണ്. പിന്നെ കാണിക്കുന്നത് ആ ഒരു വലിയ മോൺസ്റ്ററിനെയാണ്. ഞാമയാട്ടെ ഞെട്ടിത്തരിച്ചിരിക്കുവാണ്, കാര്യം സ്യൂസിനെ കംപ്ലീറ്റ്ലി അത് വിഴുങ്ങിയിരിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ സാഞ്ചി അവിടേക്കുവാനത് പറഞ്ഞു, കോപ്പ് അവനായിരുന്നു നമ്മുടെ അവസാനത്തെ പ്രതീക്ഷ. ഇവൻ ആരാണ്? എനിക്ക് തോന്നുന്നത് അവൻ ആ 3 ഡീമൺസിൽ ഒരാളായിരിക്കും എന്നാണ്. പെട്ടെന്നാണ് അവിടെ ഒരു അനൗൺസ്മെന്റ് വരുന്നത്. ODC ഇപ്പം എന്തായാലും എൻഗേജ് ചെയ്യുന്നുണ്ട്. പക്ഷെ ജിംബയ്ക്ക് എന്താണെന്ന് മനസ്സിലായില്ല. പെട്ടെന്നായിരുന്നു ഒരു സാധനം അവിടേക്ക് കറങ്ങി വരുന്നത്. അത് മാത്രമല്ല, അവിടെ ഉണ്ടായിരുന്ന തെർമൽ എനർജി കംപ്ലീറ്റ്ലി അബ്സോർബ് ചെയ്യാനും തുടങ്ങി. പിന്നെ കാണിക്കുന്നത് അത് പോകുന്ന എല്ലാ സാധനവും അവിടെ ഫ്രീസ് ആയിക്കൊണ്ടിരിക്കുന്നതാണ്. ക്യുലിംഗത്തിനും ഇതെന്താണ് സംഭവം ഒന്നും മനസ്സിലായില്ല. എന്നാൽ സെക്കൻഡുകൾ കൊണ്ട് തന്നെ സ്കൂളും ലൈബ്രറിയും എല്ലാം കംപ്ലീറ്റ്ലി ഫ്രോസ് ആയിപ്പോയി. അവിടുത്തെ തീ എല്ലാം കെട്ടിട്ടുണ്ട്. അത് കംപ്ലീറ്റ്ലി ഒരു ഐസ് ഏജ് പോലെ ആയിപ്പോയി. അല്ല, ഇവിടെ എന്താണ് സംഭവിച്ചത്? എന്തായാലും കുഴപ്പമില്ല, എന്തായാലും വർക്കായിട്ടുണ്ടല്ലോ. ഈ ടൈമിൽ തന്നെ ആ ഒരു ODC ആയിട്ട് അവളുടെ അടുത്തേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. ഈവൻ കാലാമിറ്റീസിന് പോലും എൻ്റെ എനർജിയുടെ ഫ്രണ്ടിൽ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ഫ്രാങ്കി, തൽക്കാലം നീ ഇത് യൂസ് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഒരു സാധനം അവൻ്റെ കയ്യിലേക്ക് എടുത്ത് കൊടുക്കുകയും ചെയ്യും. അല്ല, ഇതിപ്പോൾ പൊട്ടുമല്ലോ. പിന്നല്ലാതെ ഞാനതിനെ വിളിക്കുന്നത് സൂപ്പർ വെഗാ കോൾ എന്നാണ്. ഉള്ളത് പറഞ്ഞാൽ നിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടല്ലോ, അത് കംപ്ലീറ്റ്ലി മാഗ്നിഫിഷ്യൻ്റ് ആണ്. ഒരു പെസിസിറ്റി ആയിട്ട് നിന്നെ പറയാൻ സാധിക്കും. പക്ഷേ ഞാൻ ഞെട്ടിയപ്പോഴെന്നറിയോ, നീ ഇതെല്ലാം റൺ ചെയ്ത് വെറും കോൾ കൊണ്ടാണെന്ന് അറിഞ്ഞപ്പോഴാണ്. അതുകൊണ്ട് നീ കേട്ടോളൂ, നിന്റെ ഫീൽഡ് നിന്റെ പാഷൻ അല്ലേ? അതുകൊണ്ട് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ പാഷനും നിന്റെ എനർജിയും നിന്റെ പവറും എക്സ്പ്ലോഡ് ആകുന്നതായിരിക്കും. ഇതെല്ലാം കേൾക്കാൻ നേരത്ത് ഫ്രാങ്കി ഞെട്ടിത്തെരിച്ച് നിൽക്കുവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്യൂസിനെയാണ്. കോപ്പ്, ഇവിടെ മുഴുവൻ ഇരുട്ടാണല്ലോ, നാമി എന്നെ രക്ഷിക്കുന്നു പറഞ്ഞിട്ട് അവനായിട്ട് ആ ഒരു മോൺസ്റ്ററിന്റെ വൈറ്റിൻ്റെ അത് ഇരുന്ന് കാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നാമി പറയും ചെയ്യും, സ്യൂസ് ഞാനിതാ വരുന്നു. അല്ല സോൾ, നിനക്ക് നടക്കാൻ കഴിയുമോ? നിനക്ക് ലൈബ്രറി വരെ? ഒരു കുഴപ്പമില്ല, ഞാൻ നടന്നോളാം. അതിനകത്ത് ഒഹാറയുടെ എല്ലാ ഐശ്വര്യമുണ്ട്, അതെങ്ങനെ പോലും നമ്മൾ സംരക്ഷിക്കണം. ഇതെല്ലാം നമ്മുടെ ക്യുലിംഗം കേൾക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്നാണ് ക്യുലിംഗം പറഞ്ഞത്,
അടുത്തതായിട്ട് ആ ലൈബ്രറി തന്നെ മിഴുങ്ങിക്കോളൂ. ഇവിടെ ഒരാൾക്ക് പോലും ഹോപ്പിന്റെ ഒരു അവശിഷ്ടം പോലും നമ്മൾ കൊടുക്കാൻ പാടില്ല. പിന്നെ ഹിസ്റ്ററി മിഴുങ്ങിയാൽ മാത്രമേ നാളെ ഈ പുതിയൊരു ലോകത്തിന് ഉയർത്തെഴുന്നേക്കാനും സാധിക്കത്തുള്ളൂ. നാമി നീ പേടിക്കേണ്ട, സ്യൂസിന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാന്ന് പെട്ടെന്ന് ജിംബെ പറഞ്ഞു. അടുത്തൊരൊറ്റയ്ക്ക് അവൻ സ്യൂസിനെ ഉറപ്പായിട്ടും പുറത്തേക്ക് തുപ്പുന്നതായിരിക്കും. പെട്ടെന്നാണ് ക്യുലിംഗം നമ്മുടെ ജിമ്മിനെ കാണുന്നത്. അതൊരു ഫിഷ്മാൻ അല്ലേ, ഈ ലോകത്തിലെ ഏറ്റവും വൃത്തികെട്ട റേസ്. ഞാൻ ആ കൂട്ടത്തിൽ ഒരാളെന്ന് ആലോചിച്ച് നടത്ത്, എനിക്ക് തന്നെ അറപ്പ് തോന്നുന്നു. എന്തായാലും നല്ല കാര്യം, ഞാൻ എൻ്റെ മാസ്ക് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. ഗ്രോസായുള്ള ഐഡിയോളജി എല്ലാം, അതിനർത്ഥം നീ ഒരു ടിപ്പിക്കലുള്ള സെലസ്റ്റൽ ഡ്രാഗനാണ്. ചിലപ്പോൾ അവനെ മനസ്സിലാക്കി കാണത്തില്ലായിരിക്കും, പക്ഷേ അവനൊരു ഫോർമുല വാർലോഡാണ് ജിംബെ. അതിൽ പുറമെ അവൻ ഞങ്ങളുടെ ഒരു ക്രൂ മെമ്പറാണ്. അവനെ നീ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ ഒരിക്കലും വെറുതെ വിടുന്നതുമല്ല. അതുമാത്രമല്ല, നീ അഹങ്കരിക്കുന്ന ആ ഒരു മാസ്ക് ഉണ്ടല്ലോ, അതിൻ്റെ കാര്യത്തിൽ ഞാനൊരു തീർപ്പാക്കി തരാമെന്ന് സാഞ്ചി പറയുകയും ചെയ്യും. പെട്ടെന്നാണ് ഫ്രാങ്കി മുകളിലേക്ക് പറന്നുയർന്നത്. അവനായിട്ട് പറഞ്ഞു, ഞാനൊന്ന് ചാടിയതേ ഉള്ളൂ, പക്ഷെ ഈ പവർ ശരിക്കും അൺറിയലാണ്. എൻ്റെ മസിൽസൊക്കെ ഉച്ചത്തിൽ നിലവിളിക്കുവാണ്. എൻ്റെ പവറൊക്കെ ശരിക്കും കൂടിയിട്ടുണ്ട്. സൂപ്പർ സ്ട്രോങ് എന്ന് പറഞ്ഞിട്ട് അവനായിട്ട് ഒരു അറ്റാക്ക് ചെയ്തിട്ട് റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് ജിംബെ അതേപോലെ സാഞ്ചി അവരുടേതായ നെയിംഡ് അറ്റാക്സ് യൂസ് ചെയ്യാനായിട്ട് പോകും. നമ്മുടെ ജിംബെ ഫ്രാങ്കിയും കൂടെ ആ ഒരു മോൺസ്റ്ററിന് നേരെയാണ് പോയെങ്കിൽ നമ്മുടെ സാഞ്ചി പോയത് കിലിംഗത്തിൻ്റെ നേരെയായിരുന്നു. അടുത്ത സെക്കൻഡ് ജിംബയുടെ ഫ്രാങ്കിയുടെ ഒരു കമ്പൈൻ അറ്റാക്ക് കാരണം തന്നെ ആ ഒരു മോൺസ്റ്റർ കംപ്ലീറ്റ്ലി ഡിസ്ട്രോയ് പോയി നമ്മുടെ സ്യൂസും അവൻ്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് ചാടിയിട്ടുണ്ട്. എന്നാൽ ഇതേ സമയം സാഞ്ചിയേട്ട നേരെ പോയി അറ്റാക്ക് ചെയ്തത് നമ്മുടെ കിലിംഗത്തിനെയാണ്. എന്നിട്ട് അവൻ്റെ മാസ്കും കംപ്ലീറ്റ്ലി അങ്ങോട്ട് ഡിസ്ട്രോ ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അതേസമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ വെസ്റ്റ് വില്ലേജ് ആണ്. ഡിമോണിക് ജൻ വാരിയർ പൈററ്റ്സ് അല്ല ഡോറിയും ബ്രോഗിയും അതേപോലെ ദി വാരിയേഴ്സ് ഓഫ് വെസ്റ്റ് വില്ലേജ് ആയിട്ടുള്ള സ്റ്റാൻസിനും ഹജുറുദ്ദീനും ജാർലും പിന്നെ നമ്മുടെ സോറയും അവിടെ ഉണ്ടായിരുന്നു. അവർ തമ്മിൽ ഒരു ഏറ്റുമുട്ടലാണ് കാണാൻ സാധിക്കുന്നത്. ഇതേ സമയത്ത് സ്റ്റാൻസിനൊക്കെ പറയും ചെയ്യും, കോപ്പ് നമ്മൾ ഇവരെ എത്ര അറ്റാക്ക് ചെയ്തിട്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, അവർ വീണ്ടും വീണ്ടും റീജറേറ്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവരുടെയൊക്കെ ഫേസ് ശരിക്കും ഫെമിലിയർ ആയതുകൊണ്ട് തന്നെ എനിക്ക് ഇവരെ വേദനിപ്പിക്കാനും തോന്നുന്നില്ല. കോപ്പ് നമുക്ക് എങ്ങനെയാണ് ഇവരൊന്ന് പിടിച്ചു നിർത്താൻ പറ്റുന്നത് ചോദിക്കാൻ നേരത്തെ തന്നെ അവരെല്ലാരും ഇവരുടെ അടുത്തേക്ക് റഷ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്നാണ് ഡോറിയും ബ്രോഗിയും അവരുടെ വട്ടം വന്ന് വീണിട്ട് അവരെല്ലാവരെയും ബ്ലോക്ക് ചെയ്തത്. ക്യാപ്റ്റൻ ഡോറി, ക്യാപ്റ്റൻ ബ്രോഗി. ഡോറി നീ ഇപ്പോൾ അവിടെ തന്നെയുണ്ടോ? ബ്രോഗി എങ്ങനെയൊക്കെയാണ് ഞാനിപ്പോഴും പിടിച്ചു നിർത്തുന്നത്? ഇതെല്ലാം നാളെ സോറോ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ ഈ ചെയ്തത് ഒട്ടും മാപ്പറിയാത്ത ഒരു കാര്യമാണ്. നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ കൂടി ജാലിനെതിരെ നമ്മുടെ വെപ്പൺസ് ഉയർത്തിയിരിക്കുന്നു. എത്ര വർഷങ്ങൾ കഴിഞ്ഞെന്ന് പറഞ്ഞാലും ഇതിൻ്റെ ഒരു മുറിവ് ഒരിക്കലും ഉണങ്ങാൻ പോകുന്നില്ല. അത് മാത്രമല്ല, ഇനി നമുക്ക് അതേ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. നീ ഓക്കെ അല്ലേ? തീർച്ചയായും ഞാനും അതിനോട് യോജിക്കുന്നു. എന്തായാലും ഈ ഡീമൻസിന്റെ ഫ്രണ്ടി നമ്മൾ ഒരിക്കലും മുട്ടുമടക്കാൻ പാടില്ല. ഫെയർവെൽ പാർട്ട്ണർ, കഴിഞ്ഞ സെഞ്ചുറീസ് ആയിട്ട് നമ്മൾ ഡ്യുവൽ ചെയ്തുകൊണ്ടേയിരുന്നു. ശരിക്കും നല്ലൊരു സമയം തന്നെയായിരുന്നു നിന്റെ കൂടെ ഞാൻ സ്പെൻഡ് ചെയ്തത്. നമ്മൾ എൽബഫിൻ്റെ വാരിയേഴ്സാണ്. അതുകൊണ്ട് നമ്മുടെ പ്രൈഡ് മുന്നിൽ നിർത്തിക്കൊണ്ട് നമുക്കിവിടെ മരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും പരസ്പരം അവരുടെ തലകൾ മുറിച്ചു കളയുകയാണ്. ഇത് കണ്ടപ്പോൾ എല്ലാവരും ഞെട്ടിത്തെറിച്ചുപോയി. അവർക്കാർക്കും അവരുടെ കണ്ണുകളെ വിശ്വസിക്കാൻ സാധിക്കുന്നില്ലെന്ന്. ഇവൻ സോറ വരെ അവൻ ഞെട്ടിത്തെറിച്ച് നിന്നുപോയി. ക്യാപ്റ്റൻ ഡോറി, ക്യാപ്റ്റൻ ബ്രോഗി, നിങ്ങൾ എന്തിനാണ് ചെയ്തത്? ആ സമയത്ത് പിന്നെ കാണുന്നത് തലയേറ്റ് കിടക്കുന്ന അവരുടെ ശരീരമാണ്. പെട്ടെന്നാണ് അവരുടെ ശരീരം ഒന്ന് മറിയാൻ തുടങ്ങിയത്. സോറെ ഇത് കാണുന്നുണ്ട്. പക്ഷെ പിന്നെ കാണുന്നത് അവരുടെ തലയുള്ള ശരീരം നേരെ പുറത്തേക്ക് വന്നതാണ്. അല്ല, ഇവിടെ എന്താണ് സംഭവിച്ചത്? നമ്മൾ നോർമലായിരിക്കുന്നു. ആ ടൈമിൽ ജാറൽ പറയുകയും ചെയ്യും, അപ്പോൾ അതിനർത്ഥം മരണമാണ് ഡിമോണിക് കേഴ്സിനെ ബ്രേക്ക് ചെയ്യുന്നതെന്നാണ്. പിന്നെ കാണിക്കുന്നത് ഡോറിയും ബ്രോഗിയും ഹജറുദ്ദീനും സ്റ്റാൻസനും സോറയും കൂടെ അവിടെ നിൽക്കുന്നതാണ്. ഈ സമയത്ത് തന്നെ ഡോറി പറയുകയും ചെയ്യും, എന്തായാലും നിങ്ങൾ ഞങ്ങളുടെ ബോഡി കണ്ടപ്പോൾ ശരിക്കും സ്ട്രെസ്ഡ് ആയെന്നറിയാം, പക്ഷേ കുഴപ്പമില്ല, ഇപ്പം എന്തായാലും ഞങ്ങൾക്ക് തിരിച്ചു വരാൻ പറ്റിയല്ലോ. അതുമല്ല, ഇനി നമ്മൾ ഹോൾഡ് ബാക്ക് ചെയ്യേണ്ട കാര്യവുമില്ല. ഇനി എല്ലാവരെയും കാണിച്ചു കൊടുക്കാം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന്. ഒരു ഫേസിലുള്ള അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും തിരിച്ച് റീസ്റ്റോർ ആകുന്നതായിരിക്കും. അപ്പോൾ അത് മാത്രം നമ്മൾ ഇനി ചെയ്താൽ മതിയല്ലേ എന്ന് സോറോ ചോദിക്കുന്നുണ്ട്. പക്ഷെ ഒന്നോർക്കാൻ നേരത്ത് നല്ല സങ്കടമുണ്ട്. അവർ നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ്. അവരുടെയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെയൊക്കെ കുടുംബം അവരെ കാത്ത് വീട്ടിലിരിപ്പുണ്ട്. നമ്മളിവിടെ ചുമ്മാ നിന്ന് കഴിഞ്ഞാൽ അവരുടെ കുടുംബം. അതുകൊണ്ട് ഇതിന് പ്രത്യേകിച്ചൊന്നും ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ശരിയാണ്, ചെറിയൊരു വിഷമം എൻ്റെ ഉള്ളിലുണ്ടെന്ന് നമ്മുടെ സോറോ പറയും ചെയ്യും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ 4 ജയൻസിനെയാണ്. അവർ പറയും ചെയ്യും, എൻ്റെ ഹൃദയം തകരുന്നുണ്ടായിരിക്കും. ശരിയാണ്, എൻ്റെ ഹൃദയത്തിൽ ആണടിച്ചു കയറ്റുന്ന വേദനയുണ്ട്. എനിക്കും അത് തന്നെയാണ്. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങൾ എന്തായാലും ഒന്ന് കരുതിയിരുന്നോ, ഞങ്ങളിതാ വരുവാണെന്നും പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.